സംസ്ഥാനത്ത് സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര KSRTCയുടെ പ്രിയദർശിനി സർവീസ് ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. 9 മണിയോടുകൂടി തന്നെ സർവീസ് ആരംഭിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ വനിതാ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കാലങ്ങൾക്ക് ശേഷമുള്ള കോൺഗ്രസിൻ്റെ വനിതാ MLA കൂടിയാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ? കോൺഗ്രസിന് 20 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് MLA ജയിച്ചു വന്നിട്ടുള്ളത്. കേരളത്തിലും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗ്യാരണ്ടീസ് എന്നും നടപ്പിലാക്കാനുള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പ് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് പാലിക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും എല്ലായ്പ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ വിഭാഗമാണ് വനിതകളും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരം ഒരു തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും UDF ആണെങ്കിലും ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായിട്ട് അന്നും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇത് നടപ്പിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരം ഗ്യാരണ്ടീസ് ഒന്നും നാട്ടിൽ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അത് അന്നും പറഞ്ഞു ഈ മാസം ജൂൺ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ഇവിടെ ലോഞ്ച് ആവുമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ തെളിവാണ് ഇന്നത്തെ ഈ ഒരു വനിതകൾക്കുള്ള സൗജന്യ യാത്ര. ഈ മലബാറിലെ ഈ സർവീസിൽ കുറവാണ്, ഓർഡിനറി സർവീസുകളായിരുന്നു. അപ്പം അത് വലിയ രീതിയിൽ എഫക്റ്റീവ് ആവാതിരിക്കും തീരുമാനം? അങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി സർവീസുകൾ നമുക്ക് മലബാറിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. കാരണം ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ രീതിയിലുള്ള തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറച്ചുകൂടെ ഈ ഒരു മേഖലയിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താനും കുറച്ചും കൂടി സർവീസുകൾ മലബാറിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. സ്ത്രീകളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വിദ്യാബാലകൃഷ്ണൻ MLA ആണ്. സ്ത്രീകളുടെ ഒരു പ്രതീക്ഷ ആ രീതിയിലുള്ള ഇടപെടലുണ്ടാവും. ഉറപ്പായിട്ടും. സർവീസിന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 12 MLA വനിതകളായിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. സാധാരണഗതിയിലുള്ളതിനേക്കാളും നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഒരു വനിതാ ജനപ്രതിനിധി എന്ന രീതിയിൽ ഞങ്ങളുടെ ആവശ്യം ഇനിയും ഇതുപോലെ കുറച്ചും കൂടെ ആളുകൾക്ക് അസംബ്ലിയിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഒക്കെ കടന്നു വരാനുള്ള അവസരം ഉണ്ടാവണം എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വിമൻ റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വിഷയങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മാത്രമായി സൗജന്യയാത്ര ആക്കിയത് ഇതൊരു ആദ്യഘട്ടമാണ്. ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് അത് എത്രത്തോളം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ നയപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. എന്നാലും ഒരു ആദ്യ പടി, ആ സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന്, സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇലക്ഷന്റെ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ മുന്നണികൾ കൊടുക്കാറുണ്ടെങ്കിലും പലതും അവസാനത്തെ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം മുമ്പാണ് നടപ്പിലാക്കാൻ ശ്രമിക്കാറ് തന്നെയുള്ളത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഈ ഒരു ഗ്യാരണ്ടി പ്രോഗ്രാമിന്റെ, പ്രിയദർശിനി ഗ്യാരണ്ടി പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഇംപ്ലിമെന്റേഷൻ തന്നെ വിത്തിൻ ഡേയ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത്. എന്തായാലും ഈ സന്തോഷ ദിനത്തിൽ നേരത്തെ തന്നെ MLA കോഴിക്കോട് ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ കുറവ് സർവീസുകളൊക്കെ തന്നെ മലബാറിലുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ജിജീഷിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.